തലയിട്ടടിച്ചിട്ട് അതിങ്ങനെ മരിക്കും. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. എന്നാ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ, എന്തിനാ കാലിട്ടടിക്കുന്നേ, എന്തിനാ തലയിട്ടടിക്കുന്നേ, എന്തിനാ ഇത് കിടന്ന് പെടയുന്നേ? മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ടല്ലേ? മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ടല്ലേ ആ കാലിങ്ങനെ അടിച്ചടിച്ച്, തലയിങ്ങനെ അടിച്ചടിച്ച്, കണ്ണിങ്ങനെ തെള്ളിയിട്ടത് മരിക്കുന്നത്? ഇതേപോലെ ഒരു മരണം എനിക്കില്ലേ, നിങ്ങൾക്കില്ലേ? ആ കോഴിക്ക് കിട്ടിയ ഭാഗ്യം നിനക്ക് കിട്ടുമോ? ആ പോത്തിന് കിട്ടിയ ഭാഗ്യം എനിക്ക് നിങ്ങൾക്കും കിട്ടുമോ? അതിന് കാലിട്ടടിക്കാം, അതിന് കൈയിട്ടടിക്കാം, അതിന് ചിറകിട്ടടിക്കാം. എനിക്ക് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ലല്ലോ. നമുക്ക് ആരെങ്കിലും മരിക്കുമ്പോ കൈയിട്ടടിക്കാറുണ്ടോ, കാലിട്ടടിക്കാറുണ്ടോ? ഒന്നുമില്ലടോ, ഒന്നുമില്ല. കാരണം 70,000 മലക്കുകൾ വരും നമ്മളെ പിടിക്കാൻ. 70 മുതൽ 70,000 മലക്കുകൾ ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഇറങ്ങി വരും. അല്ലാഹുവേ, എന്നിട്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോൾ ആ മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും. അല്ലാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. നമ്മുടെ 70,000 അല്ലാഹു അലം. എന്തേ ചിന്തിക്കാത്ത? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന് വേദനയുണ്ടെന്ന് അള്ളയാ പറഞ്ഞേ, അള്ളയാ പറഞ്ഞത് വേദനയുണ്ടെന്ന്. നബിതങ്ങളും പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വേദനയുണ്ടെന്ന്. അള്ളാഹു നമ്മുടെ വേദന കുറച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എല്ലാവരും കൈവക്കി. പക്ഷെ സിറാജ് തിരിച്ചൊരേ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്ത് നന്മ ചെയ്തിട്ടാ കൈവക്കിയേ? എല്ലാവർക്കും നല്ല മരണം വേണം എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ചെയ്ത നന്മ എന്താ? ഈ 40, 50, 60 കൊല്ലത്തിന്റെ ഇടയിൽ നീയൊക്കെ ചെയ്ത ഒരു നന്മ പറവാപ്പാ. എൻ്റെ ഉപ്പാനോട്, എൻ്റെ ഉമ്മയോട്, എൻ്റെ സഹോദരിയോട് ഞാൻ ചോദിക്കുന്നത്, നീ ചെയ്ത ഒരു നന്മ പറ. ഒരുപാട് നിസ്കാരം ഉണ്ടില്ലേ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തേനെയും കുലുഹു വല്ലയും 4 പേര് കാണാനുണ്ടെങ്കിലോ നീ വലിയ സൂറത്ത് ഓതി നിസ്കരിക്കും. ആർക്ക് വേണം നിന്റെ നിസ്കാരം? നീ നീ സദക്ക കൊടുക്കും, പക്ഷേ പേര് വിളിച്ചു പറയണം. ഫോട്ടോ സഹിതം വെക്കണമെങ്കിൽ തരും സക്ക. ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ, എന്ത് ചെയ്താലും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, അള്ളാഹിക്ക് അറിയില്ല. നമ്മളൊന്നും ചെയ്ത ഒരു നന്മയും അള്ളാഹുടെ മുമ്പിൽ എത്തിയിട്ടില്ല. കാരണം നമ്മുടെ നന്മകൾ മുഴുവനും ഇവിടുന്ന് തന്നെ വാങ്ങേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു നന്മ ചെയ്തു വെച്ചോ. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ മരിക്കുന്ന സമയത്ത് ഈമാനുള്ള ഒരു മരണം കിട്ടാൻ ഒരു നന്മ നിങ്ങൾ ചെയ്തു വെച്ചോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം എപ്പോ എവിടെ വെച്ച് വേണമെങ്കിലും മരണം വരും, ഏത് രീതിയിലും മരണം വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രായമോ വയസ്സോ ഒന്നും വേണ്ട മരിക്കാൻ, ഒരാൾക്കൊന്നും വേണ്ട. എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ട മാസമായി മാസം. അള്ളാഹു എൻ്റെ ഇക്കാടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ആ മരണത്തിൻ്റെ ഷോക്കിൽ നിന്ന് ഞങ്ങൾ ആരും മാറിയിട്ടില്ല. ഞങ്ങളുടെ കുടുംബം ആരും, എൻ്റെ ഉമ്മ ഇന്നും അത് പറഞ്ഞിട്ട് കരയും. എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, കവി പറഞ്ഞത് എത്രയോ സത്യമാ. തു അമ്മീലു ഫി ദുനിയാ തവീലം വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. കവി പറയുകയാ, രാവിലെ എഴുന്നേറ്റവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകിട്ട് കിടന്നവൻ രാവിലെ എഴുന്നേൽക്കുന്നില്ല. ഒരു രോഗവും ഇല്ലാത്തവൻ നിന്ന നിപ്പിന് വീണു മരിക്കുന്നു. എന്നാലോചിക്കേ. അള്ളാഹുവെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദര, ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചോ. എല്ലാവർക്കും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നന്മ നിന്റെതെന്ന് പറയാൻ ഒരേ ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു വെക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ വാല് കേൾക്കുന്നവർക്കറിയാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ചരിത്രം പറയാറുണ്ട്. എൻ്റെ ഏകദേശമുള്ള വാലുകൾ മുഴുവനും തീരുന്നത് അങ്ങനെ. എനിക്കറിയുന്നൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 36 വയസ്സുണ്ട്. അദ്ദേഹം ഐസിയുവിനകത്ത് കിടക്കുകയാ, സുഖമില്ലാതെ. ഡോക്ടർ വന്നു, പരിശോധിച്ചു. എന്നിട്ട് നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് പറഞ്ഞേക്കാൻ, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ മുറിവിനെ അറിയിച്ചേക്കാൻ പറഞ്ഞു. ഉസ്താദ് ഇത് കേട്ടുകൊണ്ട് കിടക്കുകയാ.
എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ആ ഉസ്താദ് കിടന്ന് കരയുന്നു, അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ ടെൻഷനാകുന്നു, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരണം. ഡോക്ടർ പെട്ടെന്ന് ചെന്ന് ഉസ്താദിൻ്റെ അടുക്കൽ. എന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മാക്സിമം പരിശ്രമിക്കുകയാണ്, ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ, നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നേ? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇവിടെ കിടന്ന് കരയുന്നല്ലോ. അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് മുഴുവനും ടെൻഷൻ ആകുന്നുണ്ട്, അവരും രോഗികളാ. അതുകൊണ്ട് ഉസ്താദേ നിങ്ങൾ കരയരുത്, മരിച്ചു പോകുമെന്നുള്ള പേടിയാണോ നിങ്ങൾ കരയുന്നത്? ആ പാവപ്പെട്ട ചെറുപ്പക്കാരനായ ഉസ്താദ് പതിയെ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, ഞാൻ മരിക്കും. ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ? ഇല്ല. വീഡിയോ കോള് വിളിക്ക്, കാണ്, സംസാരിക്ക്, കരയല്ലേ. ഉസ്താദ് അപ്പോഴും പറഞ്ഞു, അല്ല, എനിക്ക് എൻ്റെ ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടല്ല. ഡോക്ടർ അമുസ്ലിമ, അത്ഭുതമായി, മരിക്കാൻ പേടിയില്ല, തൻ്റെ ഭാര്യയെയും പിഞ്ചു മക്കളെയും പിരിയുന്നതിൽ സങ്കടമില്ല. പിന്നെന്തിനാ ഉസ്താദെ നിങ്ങൾ കരയുന്നേ? പിന്നെ എന്തിനാ ഉസ്താദെ നിങ്ങൾ കരയുന്നേ? 36 വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാടെ മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. അള്ളാടെ മുമ്പിൽ പോകുമ്പോ ഞാൻ എന്ത് ധൈര്യത്തിൽ എങ്ങനെ പോടോ? നമ്മളൊക്കെ ഇരിക്കണ ഓരോ മനുഷ്യനും ചിന്തിക്കടോ, എങ്ങനെ പോവും അള്ളാടെ മുമ്പിൽ? എന്ത് ധൈര്യത്തിലാ ഞാൻ പോവാ, നിങ്ങൾ പോവാ? ഇന്നീ പോണ വഴിയിലും മരിച്ച എന്തുണ്ട് നിനക്ക് അള്ളാടെ മുമ്പിൽ പറയാൻ? ഈ 40-50 കൊല്ലം ജീവിച്ചിട്ട് നിനക്ക് നിന്റെതെന്ന് പറയാ എന്തുണ്ടപ്പ? വീടും ജാഗയും കാറും ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. നിനക്ക് തോന്നുന്നുണ്ടോ നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിന്റെയൊക്കെ മക്കൾക്കറിയോ? അപ്പ മരിച്ചു പോയാലേ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നമ്മുടെ മക്കൾക്കറിയോ? ഈ ഇരിക്കണ ഖത്തീബിന്റെ കൈപിടിച്ചിട്ട്, ഉസ്താദെ ഞാൻ നിക്കാ ഇമാമത്ത്, നിങ്ങൾ പുറകിൽ നിൽക്കെന്ന് പറയാൻ ഒരു മോനുണ്ടോ? ധൈര്യമുണ്ടോ? നിങ്ങളുടെയൊക്കെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതിയിട്ട് ഉപ്പാന് സ്വർഗം കൊടുക്കണേ എന്ന് പറയാൻ ഒരെണ്ണം ഉണ്ടോ? അപ്പ ഇല്ല. പിന്നെ നീ എന്ത് നേടി? നീ മരിച്ച വിഹിതം വെക്കാൻ മക്കള് തയ്യാറായിരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെക്കുക. എന്തെങ്കിലും ഒരു നന്മ, 1000 നന്മയൊന്നും വേണ്ട, ഒരേ ഒരു നന്മ ചെയ്തു വെക്ക്. മരിക്കുമ്പോ അള്ളാഹു നിന്നോട് കരുണ കാണിക്കാൻ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് ഇവിടെ ഒരു മദ്രസ പണിയണം. ഉള്ള മദ്രസ, ഇനിയൊരു പുതിയ മദ്രസയാണ് ഇവരുടെ ആഗ്രഹം. എടോ, ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പെൻസിൽ താഴെ വീണു. മദ്രസയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിൽ വെച്ചിരുന്ന പെൻസിൽ താഴെ വീണു. ആ താഴെ വീണ പെൻസിൽ നീ എടുത്തു കൊടുത്ത അതിനും നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ താഴെ